ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണണം. ആരും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം എല്ലാവരും ഇന്ന് ഈ വീഡിയോ സ്റ്റോറി ഇടണം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ട്. ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? കൺസെന്റ് ഇല്ലാണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ അതാണായാലും പെണ്ണായാലും ആർക്കും അവകാശമില്ല. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഇതിൽ എന്താണ് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ? ആർക്കാണ് സൈക്കോളജിക്കൽ ഇഷ്യൂ? അറിയാതെ അയാളൊന്ന് കൈതട്ടാം, വേണമെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് ഇറങ്ങിയേക്കാം. നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ നിന്നിട്ട് തിരിഞ്ഞു നിന്നു നേരെ, അതായത് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് നിന്ന നിങ്ങൾ ഇങ്ങോട്ട് നിന്നു. അതെന്തിനായിരുന്നു? അതിന്റെ സൈക്കോളജി ഒന്ന് പറഞ്ഞുതരാമോ? ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ അത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഈ സൈക്കോളജിനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങളാണോ ഇത്രയും അട്ടർ ബ്ലണ്ടർ പറയുന്നത്? എത്രയോ വീഡിയോസ് ഇതുപോലെ പെൺകുട്ടികൾ ഷൂട്ട് ചെയ്തേക്കുന്ന വീഡിയോസ് നെറ്റിൽ ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. അതിൽ എവിടെയെങ്കിലും വീഡിയോ എടുക്കണം കണ്ടിട്ട് അവരവിടെ നിന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അവരവിടെ എസ്കേപ്പ് ആവാൻ നോക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ റിയാക്ട് ചെയ്തിട്ട് ഇറങ്ങി ഓടും. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ സൈക്കോളജി, നിങ്ങൾ പഠിച്ച സൈക്കോളജിയിൽ അയാൾ അത് കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? ആ പാപം മനുഷ്യന് സംഭവിച്ചെന്താന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. സൈക്കോളജി പറയുന്നുണ്ടാന്നുള്ളത് എനിക്കിപ്പോ പറയാൻ താല്പര്യമില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ നിയമം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് അധികം വൈകാതെ മനസ്സിലാവും. പിന്നെ അൺകറക്റ്റഡ് ബിഹേവിയർ, ഇവിടെ എന്താണ് അൺകറക്റ്റഡ്, ആരാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോ കൂടി പറഞ്ഞായിരുന്നു. ഇവർ ഈ ബസ്സിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ അവർ റിമൂവ് ചെയ്ത് എന്നിട്ട് അവരുടെ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ട് അയാളെ വീണ്ടും മോശക്കാരനാക്കി കാണിച്ചു. അയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് ഉൾപ്പെടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും പിന്നെ ആ സൈക്കോളജി ചേച്ചിയുടെ അടുത്ത് കൂടി പറയണം, ആ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു. അയാൾക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു സെയിൽസ് പേഴ്സൺ ആണ്, ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബാഗാണ് കയ്യിലുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടതും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും. അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല, കാര്യം അത്രക്ക് മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനല്ല അത്. അയാളുടെ ഓഫീസിൽ നിന്നും അയാളുടെ ഏറ്റെടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്നലെ അയാളോട് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റൂല, നിങ്ങൾ ഇതോർത്ത് ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ അയാൾക്ക് അത് താങ്ങാൻ പറ്റിയില്ല. മാഡം, ഇനി നിങ്ങൾ ഇതിനെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് അനുഭവം ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് ഒരു തീർന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇനി അയാളുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? ആ കുട്ടിയുടെ അച്ഛൻ അത് നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ ഈ വീഡിയോ ഇടുന്നത് മറ്റൊരു ജീവൻ എടുക്കാൻ വേണ്ടിയല്ല. ഇനി കേരളത്തിലെ എല്ലാ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിന്റെ അടുത്ത് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ആ പെൺകുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴേക്ക് നിങ്ങൾ എല്ലാവരും എടുത്ത് ന്യൂസ് ആക്കി. ആ പെൺകുട്ടിക്ക് നേരെ സൈബർ ആക്രമണമുണ്ട്, ആ കുട്ടിയുടെ അവസ്ഥയും സിറ്റുവേഷൻ എല്ലാം പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിസ്തരിച്ച് എഴുതി. മനോരമ ന്യൂസ് ഉൾപ്പെടെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മീഡിയ ചാനൽ എന്റെ ഈ വീഡിയോ എടുത്തിട്ട് ന്യൂസ് ഇടാൻ പറ്റും? ഞാൻ പെർമിഷൻ തരുന്നു, ധൈര്യമായിട്ടിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങളുടെ ന്യൂസ് ആക്കിയിട്ട്. ഈ പെൺകുട്ടിയുടെ വീഡിയോനെ കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട്. ദീപക് എന്നാണ് ആളുടെ പേര്, 38 വയസ്സിനടുത്ത് പ്രായമുണ്ട്, ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. ജനങ്ങളോടും കൂടി പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ എല്ലാ ന്യൂസ് ചാനലും കൂടെ ഉണ്ട്. ഇവിടെ ഒരാളുടെ ജീവൻ പോയി, ഒരു കുടുംബം വഴിയാധാരമായി. എല്ലാ മീഡിയസിനോടും നിങ്ങളോടുള്ള റെസ്പെക്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങളുടെ ന്യൂസ് ഇട്ടോളൂ. എന്റെ എല്ലാവിധ പെർമിഷനും ഞാൻ തന്നിരിക്കുന്നത്. ഈ പെൺകുട്ടി ആ വീഡിയോയിലിട്ട് ഒരു ക്യാപ്ഷൻ ഉണ്ട്, സമൂഹത്തിന് വിട്ടുകൊടുക്കുന്നു ഇയാൾ, ആൻഡ് ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ദിസ് സൊസൈറ്റി.